ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. വാഴക്കൂമ്പ് തോരൻ. പഴത്തിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതാരും അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നേന്ത്രക്കയുടെയും ഞാലിപ്പൂവൻ്റെയും ഒക്കെ കൂമ്പാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഒരുപാട് ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയും സിയും വൈറ്റമിൻ ഇയും പൊട്ടാസ്യവും ഫൈബറും നിരവധി ധാതുക്കളും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധങ്ങളുടെ കലവറയാണ് ഈ വാഴക്കൂമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇതിൻ്റെ പുറത്തുള്ള ഈ കട്ടിയുള്ള തൊലികളൊക്കെ നല്ലവണ്ണം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിയണം. അതിൻ്റെ മുകൾ ഭാഗം നല്ലവണ്ണം ഒന്ന് കത്തിക്കൊണ്ട് കൊത്തിയെടുക്കണം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയില്ലാതെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങ, ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ, 3 അല്ലി ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതാണ്. ഈ വാഴക്കൂമ്പ് നല്ലവണ്ണം കൊത്തി അരിഞ്ഞത് കഞ്ഞിവെള്ളത്തിലെല്ലാം ഇട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതാണിത്. കഞ്ഞിവെള്ളത്തിൽ കഴുകുമ്പോൾ നല്ലവണ്ണം കറയൊക്കെ പോയി കിട്ടും. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് അതിലേക്കൊന്ന് ഇട്ട് നല്ലവണ്ണം ഇളക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.